ഫ്ലാഷ് ബാക്ക്. പുതിയ കാലവും പുതിയ തലമുറയും എന്തുകൊണ്ട് സഖാവ് പിണറായിക്ക് പിന്നിൽ കൈയടിക്കുന്നു എന്ന് ചോദിച്ചാൽ, ബ്രാൻഡ് പിണറായി എന്നാണല്ലോ നിങ്ങളുടെ, എന്തുകൊണ്ട് കൈയടിക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയാണ്, ട്രാൻസ്പെറൻസിയാണ്. ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ്. സംശയമൊന്നുമില്ലല്ലോ. അടച്ചുപൂട്ടുന്ന പള്ളിക്കൂടങ്ങളും പൊളിഞ്ഞു വീണ പാലാരിവട്ടം പാലവുമായിരുന്നു. പാലാരിവട്ടം പാലമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ബ്രാൻഡെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ബ്രാൻഡ് സഖാവ് പിണറായിയും അതിലൂടെ ഉണ്ടായ വിശ്വാസ്യതയുമാണ്. സിൻസിയറാണ്, ആത്മാർത്ഥതയാണ്. ഞാൻ തുടങ്ങട്ടെ. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ശ്രീ എ റഹീം ഒരു വശത്ത്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ മറുവശത്ത്. ഇവിടെ ഒരു യുദ്ധം തുടങ്ങാം. ജനങ്ങൾ കൂടുതൽ അടുത്തറിയുകയാണ്. സുതാര്യത, സത്യസന്ധത, വിഷയങ്ങളിലെ വ്യക്തത, ദൃഢത, ഇതെല്ലാം തന്നെ സഖാവ് പിണറായി വിജയനെ പുതിയ കാലഘട്ടത്തിന്റെ ഒരു നേതാവായി വളരെ കൃത്യമായി അടയാളപ്പെടുത്തപ്പെടുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അടിപൊളി. അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? ഞാൻ പോവാ. കൃത്യമായി പറഞ്ഞാൽ ഒരു 17 വയസ്സുകാരനെ മുതൽ ഒരു 70 വയസ്സുകാരനെയോ വയസ്സുകാരിയോ വരെ ഒരുപോലെ ത്രസിപ്പിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ഇടമായി സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പേര് മാറുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം. വേണ്ട വേണ്ട വേണ്ട, നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ, അത് എന്നോട് വേണ്ട. നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. ആരാണ് സാർ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിക്കുന്നത്? നിങ്ങൾ ഏറ്റവും കൂടുതൽ ജനകീയമായ സമീപനം വഴി ഏറ്റവും കൂടുതൽ പാവങ്ങൾക്ക് നിങ്ങൾ ആശ്രയം നൽകിയ, മാധ്യമങ്ങൾക്ക് പോലും പേരെടുത്ത് പറയാൻ പറ്റാത്ത ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നുണ്ട്. എന്തിനാണ്? എന്റെ 2 കുട്ടികളെ കൊന്ന ആൾക്കാരോട് കൃത്യമായ രീതിയിൽ നീതി കാണിച്ചില്ല എന്ന് പറഞ്ഞൊരു സർക്കാരിനെതിരെ. കാസർകോട്ടേക്ക് പോയി കഴിഞ്ഞാൽ 2 ചെറുപ്പക്കാരുണ്ടല്ലോ. ആ ചെറുപ്പക്കാർക്ക് ആർട്ടിക്കിൾ 21 അനുസരിച്ചിട്ടുള്ള നീതി നിങ്ങൾ ഏർപ്പെടുത്തിയോ? ഞാനും ജിമ്മിയും താങ്കളും ഉൾപ്പെടെ ഇവിടുത്തെ സമൂഹത്തിലുള്ള ആൾക്കാർ കൊടുക്കുന്ന നികുതിയിൽ നിന്നുള്ള പണം 1 കോടിയോളം രൂപ എടുത്തിട്ട് ഇവിടെ അനുവാദമില്ലാത്ത, ഇവിടെ കോടതി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന CBI എൻക്വയറി വേണ്ട എന്ന് പറയുന്നു. എവിടെയാണ് സാർ മാനവികത? വാളയാർ വിഷയം എന്ന് പറയുന്നത് എന്തൊക്കെയായാലും ആ ഒരു അമ്മയെ വിശ്വാസത്തിലെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ രാജാവ്, നിങ്ങളുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ നഗ്നനായി നിൽക്കുകയാണ്. ആൾക്കാർ ഇവിടെ വിളിച്ച് പറയുക തന്നെ ചെയ്യും. ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. 2.5 വർഷ കാലയളവിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും ഇല്ലാതെ കീപ്പ് ചെയ്ത നിങ്ങളുടെ ശബരിമല നയം, ആ നയത്തിന് ഇപ്പോൾ ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് 4 വോട്ടിന് വേണ്ടി ചർച്ചയാകാം എന്ന് മുഖ്യമന്ത്രി പറയുന്നതിലെ സാങ്കത്യം എന്താണ്? സർക്കാരിന് മുമ്പിൽ ഇപ്പോഴുള്ളത് സുപ്രീം കോടതി വിധി വരട്ടെ. സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ആ വിധിയെ ആസ്പദമാക്കി എല്ലാവരുമായിട്ടും ചർച്ചയാകാം. സർക്കാർ എല്ലാവരുടേതുമാണ്, എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് ചെയ്യും. ഇതിലൊരു തെറ്റുമില്ല. ഇത്രയും കാലം ഞങ്ങൾ വിശ്വാസികൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ സർക്കാർ എന്ന് അവർക്കിത് തോന്നിയില്ലേ? 2.5 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രം, ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സമയത്ത് മാത്രം ഈ സമവായ ചർച്ച എന്നതിന്റെ പ്രസക്തി എന്താണ്? ഞങ്ങൾ ഇപ്പോഴൊന്നല്ല, ഞങ്ങളുടെ നിലപാട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട്, വിശ്വാസികളുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായ കേസുകൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ സമീപനം എന്താ? പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത്. പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടേണ്ടിയിരുന്നില്ല. അങ്ങ് കേൾക്കൂ, ഇതിന്റെ നേരെ അപ്പുറത്തെ വശം എന്തുകൊണ്ട് താങ്കൾ ചിന്തിക്കുന്നില്ല? പുതിയ കഥ. ഇയാൾക്ക് വല്ല തിരക്കഥ വല്ല എഴുതാൻ പോക്കൂടെ? ഈ വിഷയത്തിൽ RSS നിലപാട് ആദ്യം എന്തായിരുന്നു? ഈ വിധി വന്നപ്പോൾ RSS എങ്ങനെയാണ് ഇതിനെ സ്വാഗതം ചെയ്തത്? എന്തായിരുന്നു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്? എന്തായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്? ഇവരെല്ലാവരും ആദ്യം സ്വാഗതം ചെയ്തു. പക്ഷേ ജനാധിപത്യപരമായി ചിന്തിക്കുന്ന ഒരാൾ, താങ്കൾ ഈ പറഞ്ഞതുപോലെ എല്ലാ ജനങ്ങളുടേതുമാണ് ഞങ്ങളുടെ പാർട്ടി എന്ന് ചിന്തിച്ചിരുന്ന ഈ 2 പാർട്ടിക്കാരും അവരുടെ അഭിപ്രായം മാറ്റി. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പുണ്യവെള്ളപ്പന് നടക്കണ ചന്ദനവും പൂശി. ഓരോരുത്തർ പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. അങ്ങനെ മാറിയവർ എന്തുകൊണ്ട് കേന്ദ്രത്തിലെങ്കിൽ നിയമനിർമ്മാണത്തിന് മുതിർന്നില്ല? നിയമനിർമ്മാണം സാധ്യമാണെന്ന് പറയുന്നത് കണ്ണിൽ പൊടിയിടൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്നവർ അപ്പം ചുട്ടെടുക്കുന്നത് പോലെയല്ലേ കാശ്മീർ വിഭജിച്ചത്? ഇന്ത്യൻ ഭരണഘടനയെ ഇങ്ങനെ വെട്ടി നുറുക്കിയത്? ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കാര്യം. ഈ പറയുന്ന പിണറായി ഫാക്ടർ എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞു, പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ. അദ്ദേഹം തന്നെ ഈ അടുത്തിടെ പറഞ്ഞു, പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാണ്. എന്തായിരുന്നു സാർ മദ്യനയം? താങ്കളുടെ ഈ 600-700 പോയിന്റുള്ള കഴിഞ്ഞ വർഷത്തെ പ്രകടന പത്രികയുണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യത്തെ, അതിൽ പറഞ്ഞിരിക്കുന്നത് മദ്യത്തിന്റെ ഉപഭോഗവും ലഭ്യതയും കുറയ്ക്കും. LDF വന്നാൽ മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും. എത്ര ബാറുകളായിരുന്നു ഉണ്ടായിരുന്നത്? 29 അല്ലേ? UDF ഇവിടെ നിന്ന് പോകുമ്പോൾ ഇപ്പൊ എത്രയാണ്? കണക്കുണ്ടോ? 600-ഓ 700-ഓ? എവിടെയാണ് സാർ കുറച്ചിരിക്കുന്നത്? ഇവിടെ പറഞ്ഞല്ലോ, വീട്ടമ്മമാർക്ക് സർക്കാരിന്റെ ഓൺലൈൻ സൗകര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോ വീട്ടിലും സൗജന്യ നിരക്കിൽ മൊബൈൽ ഫോൺ കൊടുക്കും. എവിടെയാണ് സാർ കൊടുത്തിരിക്കുന്നത്?
ഈ ഹൈടെക് ആയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറ്റും. ക്ലാസ് മുറിയിലെ പൊത്തിൽ നിന്ന് പാമ്പ് വന്ന് കടിച്ച് കുട്ടികൾ മരിക്കുന്നു സാർ. PR-ന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു കൂട്ടം കാര്യങ്ങൾ, ആ കാര്യങ്ങളെ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള പണം ഉപയോഗിച്ച് മാധ്യമങ്ങൾ വഴി നിങ്ങൾ തിരുകി കയറ്റുന്നു. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. അടച്ചുപൂട്ടുന്ന പള്ളിക്കൂടങ്ങളും പൊളിഞ്ഞു വീണ പാലാരിവട്ടം പാലവുമായിരുന്നു. പാലാരിവട്ടം പാലമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ബ്രാൻഡെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ബ്രാൻഡ് സഖാവ് പിണറായിയും അതിലൂടെ ഉണ്ടായ വിശ്വാസ്യതയുമാണ്. സിൻസിയറാണ്, ആത്മാർത്ഥതയാണ്, സത്യസന്ധതയാണ്. അയ്യോ തമാശ ചേട്ടന്മാരെ, ഭയങ്കര തമാശ. ഇവിടെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സത്യസന്ധനായിരുന്നു, അഴിമതിയില്ലാത്തയാളായിരുന്നു. ആര്? ശ്രീ ജി സുധാകരൻ. അങ്ങനെ ഒരാളെ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരിക്കൽ അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയോ? കഴിയോ? അതാണ് ഞാൻ പറഞ്ഞത്, പാരലുകൾ ഇല്ല. തോമസ് ഐസക് ഒരു പാരലായിരുന്നു, ഇന്നില്ല. ജി സുധാകരൻ ഒരു പാരലായിരുന്നു, ഇന്നില്ല. അതൊരു ചോദ്യമല്ലേ? പ്രതിപക്ഷം എപ്പോഴും ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമായിരിക്കണം. ശരിയെന്ന് പറയാൻ മടിയില്ലാത്ത പ്രതിപക്ഷമായിരിക്കണം. ഏത് ശരിയാണ് അവർ സമ്മതിച്ചത്? ഈ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ വന്നിരുന്ന സ്പ്രിംഗ്ലർ വിഷയം അവസാനം പറഞ്ഞത്. സ്പ്രിംഗ്ലർ വിഷയത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പറയൂ. ശരിയില്ല. സ്പ്രിംഗ്ലറിന് എന്ത് സംഭവിച്ചു? ചോദ്യമാണ്. ആപ്പ് ആരും അറിയാതെ നൈസായി സൈഡിൽ കൂടി വലിച്ചുകൊണ്ട് പോയി. ഞാൻ പറഞ്ഞോട്ടെ, ബ്രൂവറി ലൈസൻസ് കേൾക്കൂ. ബ്രൂവറി ലൈസൻസ് തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചോ? ആഴക്കടൽ തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചോ? ഈ വന്നിരിക്കുന്ന ആരോപണങ്ങൾ, പിൻവാതിൽ നിയമനം, അവസാനം അത് നിർത്തിവെക്കുന്നു. സ്ഥിരപ്പെടുത്തൽ നിർത്തിവെക്കുന്നു. ഏതൊക്കെ കാര്യങ്ങൾ? ശബരിമല വിഷയം, അവസാനം നയം മാറ്റുന്നു. ഏത് വിഷയത്തിലാണ് സാർ നിങ്ങളുടെ സർക്കാർ സ്ഥിരമായിട്ട് നിന്നത്? ഈ മൊബിലിറ്റി PwC, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, എവിടെയാണ് സാർ നിങ്ങൾ സ്ഥിരത കാട്ടിയത്? ഞാൻ ചോദിച്ച ചോദ്യം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. വെരി ഇൻട്രസ്റ്റിംഗ്. ഇവിടെ കേരളത്തിൽ K-ഫോൺ അംബാനിയേക്കാൾ വേഗതയിൽ കേരളത്തിന്റെ സർക്കാർ ഉപദേശിക്കാണെന്ന് വിചാരിക്കരുത് മോനെ. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. സർക്കാർ കാര്യം മുറ പോലെ എന്ന് ഞാനും താങ്കളുടെയും കുട്ടിക്കാലം മുതൽ കേട്ടു തുടങ്ങിയതാണ് ശ്രീത്തെ. സർക്കാർ കാര്യം മുറ പോലല്ല. ചുവപ്പ് നാടുകൾക്കപ്പുറത്ത് കാര്യങ്ങൾ നടക്കും. കേസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വേറൊരു ഭരണാധികാരിയാണെങ്കിൽ നടപ്പിലാക്കാൻ കഴിയുമോ? അപ്പൊ പ്രതിസന്ധികളുടെ മുമ്പിൽ പതറി പിൻപോട്ട് പോകലല്ല, തീ കൊണ്ട് കളിക്കലാണെന്ന് കരുതി ഉമ്മൻചാണ്ടി തൊടാതിരുന്ന മേഖലകളെല്ലാം തൊട്ടു. അല്ല, K-ഫോൺ എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യമാണ്. അതിലേക്ക് അംബാനി വരില്ല എന്ന് താങ്കൾക്ക് ഈ ഫ്ലോറിൽ വെച്ച് ഉറപ്പുവരുത്താൻ പറ്റുമോ? ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കുന്ന സ്പ്രിംഗ്ലർ തൊട്ട് തുടങ്ങി BevQ ആപ്പിന്റെ നിർമ്മാണത്തിനുള്ള കരാർ കൊടുക്കുന്ന മാർഗം മുതൽ, ഈ മൊബിലിറ്റി മുതൽ, ബ്രൂവറി, ഡിസ്റ്റിലറി ലൈസൻസ്, പിന്നീട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ IT വകുപ്പിലുള്ള അനധികൃത നിയമനങ്ങൾ ഉൾപ്പെടെ ഇതിനൊരു അവസാനമില്ലേ? ശ്രീ ശിവശങ്കറിനെതിരെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് വിജിലൻസ് തന്നെ എടുത്തിരിക്കുന്ന കേസുകൾ തുടങ്ങി ഇങ്ങോട്ട് വന്നിപ്പോൾ അവസാനം ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ തന്നെ നിൽക്കുന്ന വിഷയങ്ങളിൽ. അതുകൊണ്ട് ബ്രാൻഡ് പിണറായി എന്ന് പറയുന്നത് പലപ്പോഴും നിലപാടുകളിൽ എടുത്തിരിക്കുന്ന യൂട്ടേൺ ആണ്. ഒരു യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ ഒരു ട്രാഫിക് സിഗ്നലിൽ പിണറായി വിജയന്റെ പടം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ യൂട്ടേൺ എടുത്തു പോകും. ആ നിലയിലേക്കുള്ള വിശ്വാസതയാണ് ഇന്ന് ശ്രീ പിണറായി വിജയൻ. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത് പുല്ലുവില. അടുക്കളയും ജീവിതവും എല്ലാറ്റിനും മുകളിലും എല്ലാ മനുഷ്യന്റെയും ജീവിതവുമാണ്. അതിനപ്പുറത്തൊരു രാഷ്ട്രീയവുമില്ല. ജീവിതവും വിശപ്പുമാണ്. ജീവിത നിലവാരം വർദ്ധിപ്പിക്കലാണ്. അതാണ് ഇടതുപക്ഷ രാഷ്ട്രീയം. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ പറഞ്ഞു. അത് ഏറ്റവും ഫലപ്രദമായി ഈ ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ ഒരു ബദൽ ഉയർത്തിപ്പിടിച്ച് കേരളത്തിൽ നടപ്പിലാക്കി സത്യസന്ധമായ പൊതുപ്രവർത്തകനായി മാറി സഖാവ് പിണറായി വിജയൻ എന്ന സാധാരണക്കാരനായ മനുഷ്യൻ. ജനങ്ങളും പറഞ്ഞു കടക്കുപുറത്ത്. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.